ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചാണ് GST എടുത്തിട്ട്. നമുക്കറിയാം, കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒട്ടുമിക്ക പേർക്കും GST രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. കാരണം കൺസ്ട്രക്ഷന്റെ ഒരു വർക്കിന്റെ എമൗണ്ട് വരുന്നത് 40 ലക്ഷം എന്നുള്ള അവർ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരും GST രജിസ്ട്രേഷൻ എടുക്കും. പക്ഷേ കൺസ്ട്രക്ഷൻ മേഖല ആയതുകൊണ്ട് തന്നെ അവർക്ക് ബില്ല് വരുന്നത്, അവർ ബില്ല് കൊടുക്കുന്നത് വർഷത്തിൽ ചിലപ്പോൾ 2, 3, 4 തവണയായിരിക്കും. അതായത് വളരെ കുറച്ച് ബില്ലുകൾ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും. വലിയ എമൗണ്ടിന്റെ ബില്ലുകളായിരിക്കും. കാരണം ആ വർക്ക് വരുന്ന സമയത്ത് ആ ഒരു വർക്ക് ആയിരിക്കും ചിലപ്പോൾ 2, 3 മാസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ആ ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് പലരും എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് GST ഫയൽ ചെയ്ത് പോകുന്നില്ല. ചിലരൊന്നും ഫയൽ ചെയ്യാതെ അതായത് വലിയൊരു കാലയളവ് ഫയൽ ചെയ്യാതെ പോകും. പിന്നെ ഒന്നായിട്ട് റിട്ടേണുകൾ അറ്റ് എ ടൈം ഒന്നായിട്ട് എല്ലാ റിട്ടേണുകളും ഫയൽ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, ഫൈൻ അടിച്ചാണ് ഫയൽ ചെയ്യുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യും, ബില്ല് എപ്പോഴാണ് കൊടുക്കുന്നത് ആ സമയത്ത് ഫയൽ ചെയ്യും. ഇവിടെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴാണ് ബില്ല് കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ ടാക്സ് എപ്പോഴാണ് നിങ്ങൾ അടക്കേണ്ടത്. ബില്ല് നമുക്കറിയാം, നമ്മൾ എല്ലാ വർക്ക് കഴിഞ്ഞിട്ടാണ് ബില്ല് കൊടുക്കുക. പക്ഷെ നമ്മൾ GST അടക്കേണ്ടത് ബില്ല് കൊടുക്കുന്ന സമയത്തല്ല. GSTയുടെ ലോ പ്രകാരം പറയുന്നത് എപ്പോഴാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്, അതല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ബിസിനസ് അതായത് ബില്ല് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ എപ്പോഴാണ് എമൗണ്ട് കിട്ടുന്നത്, ഇത് ഈ രണ്ടില് ഏതാണ് ആദ്യം നടക്കുന്നത്. അതായത് ബില്ല് കൊടുക്കുകയാണ് ആദ്യം നടക്കുന്നത്, അതിൽ പൈസ കിട്ടുകയാണ് ആദ്യം നടക്കുന്നത്. ഇതിൽ ഏതാണ് ആദ്യം നടക്കുന്നത് ആ സമയത്താണ് നമ്മൾ ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ടാക്സ് വരിക? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 10 ലക്ഷത്തിന്റെ ഒരു പ്രൊജക്ട്, ഈ 10 ലക്ഷത്തിന്റെ പ്രൊജക്ടിന്റെ ബില്ല് നമുക്ക് അറിയാം കൊടുക്കുന്നത് ചിലപ്പോൾ 4 മാസം അല്ല 5 മാസം കഴിഞ്ഞിട്ടേക്കാരം അതിന്റെ ബില്ല്, അതായത് വർക്ക് കംപ്ലീറ്റ് ആ ബില്ല് കൊടുക്കാം. അപ്പോഴല്ല നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു 1 ലക്ഷം അഡ്വാൻസ് തരും. ഈ 1 ലക്ഷം അഡ്വാൻസ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1 ലക്ഷത്തിൽ നമ്മൾ ടാക്സ് ഉണ്ട് എന്നുള്ള നിരക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് 1 ലക്ഷം എമൗണ്ട് കിട്ടണം. ഈ 1 ലക്ഷം കിട്ടുമ്പോൾ അതിൽ ഇൻക്ലൂഡിങ് ടാക്സ് ആക്കിയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ഉദാഹരണം 1 ലക്ഷമാണ് കിട്ടിയതെങ്കിൽ അതിൽ ഇൻക്ലൂഡിങ് ടാക്സ് 18% അറിയുക, ഏകദേശം ഒരു 15,000 രൂപ ടാക്സ് അടക്കാനുണ്ടാവും അപ്രോക്സിമേറ്റ്ലി. അതായത് കറക്റ്റ് എമൗണ്ട് കിട്ടണമെങ്കിൽ 1 ലക്ഷം ഡിവൈഡഡ് ബൈ 118 ഇൻറ്റു 18% നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എത്രയാണ് നമ്മൾ അതിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് അറിയാൻ പറ്റും. ആ ഒരു എമൗണ്ട് നിങ്ങൾ ആ ഒരു അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ടാക്സ് ആയിട്ട് അതിൽ അടച്ചിടണം. പിന്നെ നിങ്ങൾ ബില്ല് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഓൾറെഡി അടച്ചതൊക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ബില്ല് കൊടുക്കാൻ കാത്തിക്കുകയാണെങ്കിൽ ആ എമൗണ്ട്, അതായത് നിങ്ങൾക്ക് എന്നാ പേയ്മെന്റ് ചെയ്യുന്നത് അത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾക്ക് അഡ്വാൻസ് ടാക്സ് കിട്ടിയത്, അതിന് 18% എന്ത് ചെയ്യണം, വെറുതെ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആ ടാക്സ് ആ ബില്ല് കാണിക്കുന്ന അതുവരെയുള്ള കാലയളവിന് 18% വെറുതെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് ആരും ചെയ്യുന്നില്ല. അപ്പൊ അത് വലിയൊരു മിസ്റ്റേക്കാണ്. 18% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ കൊടുക്കുന്ന എമൗണ്ട് ആണ്. അപ്പോൾ അതാണ് ഒരു കേസ്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, അതായത് റിട്ടേൺ ഒന്നും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്യുന്നില്ല. അതായത് ഒരുപാട് കാലയളവ് ഫയൽ ചെയ്യാതെ പോകും, പിന്നെ ഒന്നായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യും. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അപ്പൊ പലർക്കും നോട്ടീസ് വന്നിട്ടുണ്ട്. എന്താണ് കാരണം വെച്ചാല് ഒരുപാട് കാലയളവിൽ എന്ത് ചെയ്തില്ല, GST ഫയൽ ചെയ്തിട്ടില്ല. പിന്നീട് എല്ലാ റിട്ടേണുകളും അറ്റ് എ ടൈം ഫയൽ ചെയ്യും. അപ്പോൾ ഈ ഇൻപുട്ട്, അത് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ, അതായത് പർച്ചേസിന് നമ്മൾ ഓൾറെഡി ടാക്സ് കൊടുക്കുന്നത്, അതിന്റെ ടാക്സ് നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അതിനൊരു ടാക്സിന്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്താണെങ്കിൽ, അതായത് അതായത് ഇപ്പോൾ മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ വരെ നമുക്ക് അത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് ഈ ഒക്ടോബർ, നവംബർ ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇൻപുട്ട് ഇതുവരെ പെൻഡിങ് എല്ലാ റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ ഈ ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ മറന്നാൽ ക്ലെയിം ആയി പോകും. ഫയൽ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വരും. അതല്ലെങ്കിൽ അവർ ശ്രദ്ധിച്ചുകൊണ്ട് ഫയൽ ചെയ്യണം. ഇല്ല എങ്കിൽ ഇത് അതായത് ഇൻപുട്ട് ക്ലെയിം ആവും. ഇൻപുട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് തിരിച്ചടക്കേണ്ടി വരും. ഇപ്പൊ 2017-18 നോട്ടീസാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഈ 2017-18 നോട്ടീസ് ഇപ്പൊ വരുന്ന സമയത്ത് ഒരു 4-5 വർഷത്തെ ഇൻട്രസ്റ്റ് ഈ 18% എന്നുള്ളത് 100% ആവും ഈ നോട്ടീസ് 2024 വരുമ്പോ. അപ്പോ കറക്റ്റ് അതാത് മാസങ്ങൾ ക്ലിയർ ചെയ്തു പോയി. അപ്പൊ ബിസിനസ് നടന്നിക്കണോ ഇല്ല എന്നുള്ളത്, അതിന്റെ അഡ്വാൻസ് ടാക്സ് കിട്ടിയണോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമല്ലോ. അതായത് കഴിഞ്ഞ മാസം ബിസിനസ് നടന്നിക്കണോ ഇല്ല എന്നുള്ളത് ഈ മാസം ഈസി ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്താ പറയാ, നടന്നിട്ടില്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാം, നടന്നിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് അടയ്ക്കാം. അതായത് മാസം ക്ലോസ് ചെയ്താൽ ഒരു പ്രശ്നവും വരില്ല. ഇല്ലെങ്കിൽ ഇതുപോലെ നോട്ടീസ് വരും. നോട്ടീസ് വരുമ്പോൾ എന്ത് ചെയ്യാം, ഇത് ക്ലെയിം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് റിവേഴ്സ് ചെയ്യണം.
അപ്പോൾ അതായിട്ട് തിരിച്ചടക്കേണ്ടി വരും, പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ 1.5 ലക്ഷം ഇൻപുട്ട് ക്ലെയിം ചെയ്തതിന് 1.5 ലക്ഷം ടാക്സ് അടക്കേണ്ടി, അപ്പോൾ 3 ലക്ഷങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, അതായത് റിട്ടേൺ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫയൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. അതായത് ഒന്ന്, നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റ് ഫീ ഒഴിവാക്കാൻ പറ്റും. ലേറ്റ് ഫീ എന്ന് പറയുന്നത് 2000 വരെ ഒരു മാസം വരാം. ഒരു മാസം 10 മാസം ഉണ്ടെങ്കിൽ 10,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 20,000 അവിടെ സേവ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് 18% നമ്മൾ ഇത് ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് വരും, അത് ഒഴിവാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനും പറ്റില്ല, പ്ലസ് ഇൻട്രസ്റ്റ് തിരിച്ച് അടക്കം വേണ്ടി വരും. അപ്പോൾ ഇത് ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാനത് ക്ലാരിഫൈ ചെയ്തു തരാം. പിന്നെ ഇനിയിപ്പോൾ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് എടുത്ത് ഇപ്പോൾ നിർത്തിയ ആളുകളുണ്ടാവും. ഈ ഒരു ബിസിനസ് ഇപ്പോൾ നിർത്തിയപ്പോൾ വേണ്ടാന്ന്, അതല്ലെങ്കിൽ ഇനി തുടരാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ GST എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് GSTക്ക് ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ ഒരു ഫയൽ റിട്ടേൺ ഫയൽ ചെയ്യാറുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ GSTയുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് മറ്റേ അതല്ലാതെ അത് കൊണ്ടുപോകുന്ന ആളുകൾ ഒന്നെനിക്ക് എന്ത് ചെയ്യണം, നീ റിട്ടേൺ ഫയൽ ചെയ്ത് പോകണം കൃത്യമായിട്ട്. ഇല്ലെങ്കിൽ വെറുതെ അതിന്റെ ഇൻട്രസ്റ്റും ലേറ്റ് ഫീ അടക്കേണ്ടി വരും. ഇനി അത് ഒന്ന് ഫയൽ ചെയ്യാതെ കുറെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവും. ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും GST എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു ബുദ്ധിമുട്ട്, GST പെട്ടെന്ന് കിട്ടില്ല, കാരണം ഇത് ഓൾറെഡി പെൻഡിങ് കിടക്കാം. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ ഇൻട്രസ്റ്റും പെനാൽറ്റി ഒക്കെ നിങ്ങൾ അടയ്ക്കൽ നിർബന്ധമാണ്. കാരണം RR ആണ്, റവന്യൂ റിക്കവറി ആണ്. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ നോട്ടീസ് വരും, നിങ്ങൾ അത് അടയ്ക്കൽ നിർബന്ധമാണ്. ആ ഒരു പ്രശ്നം. രണ്ടാമത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ GST എടുക്കാൻ പറ്റില്ല. മൂന്നാമത്തെ പ്രശ്നം, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പാർട്ട്ണർഷിപ്പിലോ കമ്പനി LLPയോ ഇതിന്റെ പാർട്ണറോ ഡയറക്ടറോ എന്തെങ്കിലുമൊക്കെ ആവേണ്ടി GST രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ GST കിട്ടില്ല. ഓൾറെഡി ഇന്ന ആളുടെ പേര് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നോട്ടീസ് ഇത് അതിന് കുറേ വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫയൽ ചെയ്ത് പോവുക. ബിസിനസ് ഇല്ലായെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഫയലിങ്ങിന്റെ ടൈമിങ്, ഞാൻ മന്ത്ലി ഫയലിങ്ങിന്റെ ഇത് ക്യാൻസൽ ചെയ്തതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മന്ത്ലി ഫയലിങ്ങിന്റെ എന്ത് ചെയ്യുക, കൃത്യസമയത്ത് ഫയൽ ചെയ്ത് പോവുക. ഈ വീഡിയോയിൽ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഞങ്ങൾ വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട്സ് ടാക്സ് പരമായി എന്ത് സർവീസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ഇനി ഞങ്ങളുടെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട്സ് ടാക്സ് പരമായി എല്ലാ സർവീസും ചെയ്യുന്നുണ്ട്. കമ്പനി രജിസ്ട്രേഷൻ, LLP, അതുപോലെ തന്നെ ഓഡിറ്റിംഗ് വർക്ക്, മറ്റു ഇന്റേണൽ ആയിട്ട് കാര്യങ്ങൾ, GST നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ളത് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്.